ശത്രുവിനെയും അത്യാവശ്യമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? പിശാചിനെ ഇഷ്ടമില്ലെന്ന് വെച്ച് ഒന്നും കേൾക്കാതെ അറിയാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടായാലാണ് ജാഗ്രത പാലിക്കാൻ പറ്റുന്നത്. ചില പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുമ്പോൾ നമുക്ക് ശാരീരിക സൗഖ്യം കിട്ടും. സ്പിരിച്വൽ അവസ്ഥയും ശരീരത്തിൻ്റെ അവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ സമ്മതിക്കില്ലായിരുന്നു മനസ്സിൻ്റെ അവസ്ഥയും രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന്. പക്ഷെ ഇപ്പം നമുക്കറിയാം സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ട്. നമ്മുടെ പല ശാരീരിക വേദനകളുടെയും കാരണം മനസ്സിൻ്റെ തലത്തിലാണെന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിച്ച് അവരിത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് there are spiritual somatic diseases. ആത്മീയ കേടുകൾ ശാരീരിക ക്ലേശങ്ങളായിട്ട് മാറാം. എല്ലാം അങ്ങനെയാണെന്നല്ല. ഈ ശാരീരിക ക്ലേശങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യം ഉണ്ടാകണമെന്നില്ലെന്ന്. അതിനെന്താ ചെയ്യണ്ടേ? ആത്മീയ സൗഖ്യം കിട്ടണം. ആത്മീയ സൗഖ്യം കിട്ടുമ്പോൾ അത് ശാരീരിക സൗഖ്യമായിട്ട് മാറും. ഒരു രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടെന്ന് പറയുന്ന മഠയത്തരമല്ല ഞാൻ പറയുന്നത്. ചിലത് അതിന് ആത്മീയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആത്മീയ കാരണങ്ങൾ പരിഹരിക്കാതെ നമ്മൾ എന്തോരം ചികിത്സിച്ചിട്ടും വലിയ മെച്ചം ഉണ്ടാകണമെന്നില്ലെന്ന്. ഈശോ പിശാചു ബാധിതനെ സുഖപ്പെടുത്തി. പിശാച് ഇറങ്ങിപ്പോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി.